വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെർവിക്സ് പരിശോധിച്ച് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി പ്രിപ്പയർ ആകുന്നുണ്ടെന്ന് എങ്ങനെ 100% കൺഫേം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചാനൽ റിലേറ്റഡ് ആയിട്ടും ടോപ്പിക് റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈവിൽ വന്ന് ചോദിക്കാവുന്നതാണ്. 1 മണിക്ക് ശേഷം, നമ്മുടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കും ലൈവ് ഉണ്ടാവുന്നത്. ഏകദേശം ഒരു 1:45-2 ആ ഒരു സമയത്തായിരിക്കും ലൈവ് ഉണ്ടാവുന്നത്. ആ സമയത്ത് നിങ്ങൾ ചാനൽ നോക്കുവാണെങ്കിൽ റെഡ് കളറിൽ ഒരു സർക്കിൾ പോലെ ചാനലിന്റെ ഫോട്ടോയ്ക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. അതാണ് ലൈവ് പോകുന്നു എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈവിലോട്ട് കയറാവുന്നതാണ് കേട്ടോ. ലൈവ് സെഷൻസിൽ എനിക്കറിയാവുന്ന തരത്തിലുള്ള അഡ്വൈസും നിങ്ങൾ വീഡിയോയിൽ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരവുമാണ് തരുന്നത്. ഇതൊരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതോ ഡോക്ടർ തരുന്ന അഡ്വൈസസിന് പകരമായിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എനിക്ക് പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സെർവിക്സ് ചെക്ക് ചെയ്തിട്ട് പ്രഗ്നൻസി ആകുമോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. എന്താണ് സെർവിക്സ്? അത് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നമുക്ക് പോവാം കേട്ടോ. നമ്മളുടെ ശരീരത്തിൽ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു നാരോ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യൂട്രസിനെയും വജൈനയും തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അവയവമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഇനി സെർവിക്സ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ സെർവിക്സ് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു മ്യൂക്കസ് സ്പേമിനെ വജൈനൽ കനാൽ വഴി യൂട്രസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെർവിക്സ് ഈ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി സെർവിക്കൽ മ്യൂക്കസ് പുറത്തേക്ക് കൂടുതലായിട്ട് കാണുന്നില്ലെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്ക് സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണോ പോകുന്നതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു സ്പേമിന് ഒരു എനർജി കൊടുക്കുന്നത്, മൂവ് ചെയ്യാനായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നത്, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നതൊക്കെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസ് സ്റ്റിക്കി ആയി പോയി കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ടും അകത്തേക്ക് പ്രവേശിച്ചിട്ട് പ്രഗ്നൻസി ആകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇനി നിങ്ങളിപ്പോൾ പ്രഗ്നൻസി നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ഹോർമോൺ പിൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിന് ഇത് ഭയങ്കര ഹാർഡ് ആക്കുന്നു, സ്റ്റിക്കി ആക്കിയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആക്കി വെക്കുന്നു. ഇത് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേമിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിക്ക് ആക്കുകയും പ്രഗ്നൻസി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഹോസ്റ്റൈൽ ആയിട്ടുള്ള തിക്കായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതിനെപ്പറ്റി അവെയർ ആവണം കേട്ടോ. ചില ആളുകൾക്ക് എന്ന് പറയുന്നത് ബോഡി പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നുണ്ടോ എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതായത് ഓവുലേഷൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ഇനി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സിന്റെ ഒരു 10th ഡേ സെർവിക്കൽ മ്യൂക്കസ് പോലെ കണ്ടു, അല്ലെങ്കിൽ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ഒരു 2 days കഴിഞ്ഞപ്പോൾ സെർവിക്കൽ മ്യൂക്കസ് കണ്ടു, ഇത് ഓവുലേഷൻ്റെതാണോ? അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഡേറ്റിനേക്കാൾ ഒരു 2-3 days മുൻപ് സെർവിക്കൽ മ്യൂക്കസ് കണ്ടു, അപ്പോൾ ഇതാണോ ഓവുലേഷൻ? അപ്പോൾ മിഡ് സൈക്കിൾ പോർഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ഓവുലേഷൻ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കൺഫേം ചെയ്യുന്ന ഒരു ഡൗട്ട് ഉണ്ടാകുന്ന ആളുകളുണ്ട് കേട്ടോ. ഓവുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പൊട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്. ഒന്നുകിൽ ലെഫ്റ്റ് ഓവറിയിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് ഓവറിയിൽ നിന്നോ ആയിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത് കേട്ടോ. ഈ ഓവുലേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബോഡിയിൽ സിംറ്റംസ് നമുക്ക് ഉണ്ടാകാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. രണ്ടാമത്തേത് സെക്സ് ഡ്രൈവിൽ വരുന്ന വ്യത്യാസം, മൂന്നാമത്തേത് തലവേദന, നാലാമത്തേത് മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവുക, അഞ്ചാമത്തേത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ആറാമതായിട്ട് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുക, ഏഴാമതായിട്ട് നമുക്ക് അടിവയറിന്റെ അവിടെ ക്രാംസ് ഉണ്ടാവുക. ഇങ്ങനെ പല പല ലക്ഷണങ്ങളും, എട്ടാമത് നമുക്ക് സെക്സ് ഡ്രൈവിൽ വ്യത്യാസം വരുന്നത്, അങ്ങനെ പല പല ലക്ഷണങ്ങളും നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകാം. പക്ഷേ സെർവിക്സ് ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സിനെ അപേക്ഷിച്ചും വളരെയധികം ആക്യുറസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചില ആളുകൾക്ക് ഓവുലേഷൻ സിംറ്റംസ് ഉണ്ടാകാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ഓവുലേഷൻ കൺഫേം ചെയ്യുന്നത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി PCODയുടെ കണ്ടീഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് ഓൾവേസ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ ഫെയിൻ ലൈൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഓവുലേഷൻ കഴിയേണ്ട പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും പോസിറ്റീവ് കിട്ടും, ചില സമയത്ത് അല്ലാതെ നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഓവുലേഷൻ ടൈമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ആകുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെർവിക്സ്
സെർവിക്സ് ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ പരിശോധിക്കുന്ന ഒരു മെത്തേഡ് കേട്ടോ. ഓവുലേഷൻ ആയോ എന്നും പരിശോധിക്കുന്ന ഒരു മെത്തേഡ്. കാരണം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സ്പേം സെൽസിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് സെർവിക്സ് പ്രിപ്പയർ ആകുന്നുണ്ട്. കാരണം ഗർഭാശയ മുഖമാണിത്. സെർവിക്സ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ താണ്ടി അകത്തേക്ക് ട്യൂബിലോട്ടൊക്കെ നമ്മുടെ ഒരു യൂട്രസിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേമിന് സാധിക്കുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സെർവിക്സ് പ്രിപ്പയർ ആവുന്നത്. അപ്പോൾ സെർവിക്സ് എങ്ങനെ പരിശോധിക്കാം എന്ന് നമുക്ക് നോക്കാം. ചില ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒരു മടി അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കണമെന്നില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ഓവുലേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓവുലേഷൻ സിംറ്റംസ് വെച്ചിട്ട് ഓവുലേഷൻ കൺഫേം ചെയ്യാം. ഇനി അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡിയൊക്കെ നടത്തി നോക്കുന്നത് നല്ലതാണ് കേട്ടോ. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ സെർവിക്സ് പരിശോധിക്കുന്ന മെത്തേഡ് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മൾ മെൻസ്ട്രൽ കപ്പിന്റെ സൈസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഇതുപോലെ സ്മോൾ മീഡിയം ലാർജ് ഒക്കെ പലരും ഡിറ്റക്ട് ചെയ്യുന്നത് അവരുടെ സെർവിക്സിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പറയുകയാണ്, ഇത് അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പൊസിഷൻ ചേഞ്ച് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കരുത്. കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അതുകൊണ്ടാണ് പറയുന്നത്. പരിചയമില്ലാത്ത ഒരാൾ ഒരുപാട് തവണ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകാം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുമാതിരി ഒരു അവയർനെസ് ഉണ്ടാകുമല്ലോ, ഇങ്ങനെ ചെയ്യണം, ഇതാണ് രീതി എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങളുടെ നഖം ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒരു തരി പോലും അഴുക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു തരി പോലും നഖം ഇല്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ നെയിൽ കട്ടറിന്റെ ഭാഗം വെച്ചിട്ട് അത് ഒതുക്കി നല്ലോണം ഒന്ന് ഷാർപ്പൺ ചെയ്ത് ഭംഗിയായിട്ട് വെക്കുക. ഒന്നും ഇങ്ങനെ കുത്തിക്കൊള്ളാൻ പാകത്തിനൊന്നും ഇല്ല എന്നുള്ള രീതി നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ സോപ്പ് ഉപയോഗിച്ചിട്ടോ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിച്ച് വന്നിട്ടാണെന്നൊക്കെ ചെയ്ത് നോക്കുന്നതെങ്കിൽ നന്നായിട്ട് കൈ ആ കഴുകിയ സമയത്തുള്ള വാഷ് ചെയ്യലല്ലാതെ നന്നായിട്ട് നിങ്ങൾ വാഷ് ചെയ്യണം. കാരണം എന്തെങ്കിലും എരിവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. ടെൻഷൻ ഇല്ലാതെ നല്ല മസിൽസ് ഒക്കെ സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഷവർ ബാത്ത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, ബോഡി റിലാക്സ്ഡ് ആയിരിക്കും എന്ന് പറയുന്നവരുണ്ട്. ആ സമയത്ത് ഇത് ചെയ്ത് നോക്കാൻ പറയുന്നവരുണ്ട്. പക്ഷെ ചില ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വജൈനയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു ഡ്രൈനസ് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. വാട്ട് എവർ, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു മൈൻഡിൽ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് പൊസിഷനാണ്. സ്കോട്ടിംഗ് പൊസിഷനിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാം. മാലാസന യോഗ ചെയ്യുന്ന ഒരു പൊസിഷൻ നിൽക്കില്ല, അതിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാല് പൊക്കി വെക്കാനായിട്ട് നോക്കുക. ഒരു കാല് ഉയർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ടാണെങ്കിലും ഈ ഒരു പൊസിഷനിൽ നോക്കാവുന്നതാണ് കേട്ടോ. ദെൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മിഡിൽ ഫിംഗർ ആണ്. അതായത് നമ്മൾ കൈ നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഉയരത്തിലുള്ള ഒരു ഫിംഗർ ഉണ്ടാവുമല്ലോ, ആ ഫിംഗർ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സെർവിക്സ് താഴെയാണെങ്കിൽ, അതായത് നമ്മുടെ ഒരു ഫിംഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 മടക്ക് നമുക്ക് 2 വര നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫിംഗറിൽ. അതിൽ ആദ്യത്തെ മടക്ക്, രണ്ടാമത്തെ മടക്ക്, മൂന്നാമത്തെ, അങ്ങനെ ഒരു നമ്മുടെ ഫിംഗറിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു വരയുടെ ഭാഗത്താണ് നിങ്ങളുടെ സെർവിക്സിന്റെ അവിടെ വന്നിട്ട് ഇത് ടച്ചായി നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഓവുലേഷൻ ആകാറായിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ. ദെൻ രണ്ടാമത് നമ്മൾ ഇപ്പൊ നിങ്ങൾ പീരിയഡ്സിന്റെ ജസ്റ്റ് ഡേ തന്നെ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഓവുലേഷൻ ഏകദേശം ബോഡി പ്രിപ്പയർ ആകുന്ന സമയത്താണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ആ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവില്ല, ഞാൻ ഇവിടെ ഒരു ആരോ ഇമേജ് നിങ്ങൾക്ക് കൊടുത്തേക്കാം കേട്ടോ. ആ സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ ലൈനിൽ വന്ന് മുട്ടാനായിട്ട് നോക്കും. അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ അതിനേക്കാളും കീഴ്പോട്ടേക്ക് ഇറങ്ങി ഫിംഗറിന്റെ ആ ഒരു അറ്റത്ത് വന്ന് മുട്ടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതിനർത്ഥം നിങ്ങളുടെ സെർവിക്സിന്റെ പൊസിഷൻ ഹൈ ആണ്, ഓവുലേഷൻ ആകാറായിട്ടുണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ ആ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലെ 2 വര ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ആ ഒരു നടുവിരലിൽ 2 വര ഉണ്ടാകും. ആ ആദ്യത്തെ വരയുടെ അവിടെ വന്നാണ് നിൽക്കുന്നതെങ്കിൽ ഓവുലേഷൻ ആകാറായിട്ടില്ല. ദെൻ രണ്ടാമത്തെ വരയുടെ അടുത്തും അതിന് താഴോട്ടും ഇറങ്ങാറായിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ ആകാറായിട്ടുണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്.
ഈ സമയത്ത് സെർവിക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ലൂബ്രിക്കേഷൻ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെർവിക്സിന്റെ ഹോള് സെന്റർ പോർഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഓവുലേഷൻ സമയത്ത് സെർവിക്സ് എന്ന് പറയുന്നത് ഷോ എന്നാണെന്നാണ് പല ഡോക്ടേഴ്സും പറയുന്നത് കേട്ടോ. ഷോയുടെ സ്പെല്ലിംഗ് നമുക്കറിയാം, SHOW. S മീൻസ് സോഫ്റ്റ്, H മീൻസ് ഹൈ, O മീൻസ് ഓപ്പൺ ആൻഡ് W മീൻസ് വെറ്റ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനിൽ സെന്റർലി പ്ലേസ്ഡ് ആയിരിക്കും നമ്മുടെ സെർവിക്സ് ആ ഒരു സമയത്ത് കേട്ടോ. ഇനി ഓവുലേഷൻ ആയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സെർവിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവർ ആയിരിക്കും, ഡ്രൈ പോർഷനിലായിരിക്കും. അതുപോലെ നമ്മുടെ നോസ് ടിപ്പിന്റെ അത്രയും ഹാർഡ് ആയിരിക്കും കേട്ടോ ഈ സെർവിക്സ്. നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പില്, നമ്മുടെ ചുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ, വരണ്ട ചുണ്ടിലെ ആ ഇങ്ങനെ വരണ്ട് കൂടിയിരിക്കുന്ന സമയത്തല്ല, അല്ലാതെ നമ്മൾ ചുണ്ടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് ചുണ്ടിലൊന്ന് തൊട്ട് നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ ചുണ്ട്, അതുപോലെയുള്ള ഒരു ചുണ്ടായിരിക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്സ് കാണപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നോസ് ടിപ്പിൽ നമ്മുടെ മൂക്കിന്റെ അറ്റത്തൊന്ന് തൊട്ട് നോക്കിക്കേ, അത് ഭയങ്കര ഹാർഡല്ലേ. ഈ രീതിക്കായിരിക്കും നിങ്ങൾ ഓവുലേഷൻ നടക്കാത്ത സമയത്ത് സെർവിക്സ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മാറ്റം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ 10% നിങ്ങൾക്ക് ഓവുലേഷൻ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. കാരണം സെർവിക്സ് പ്രിപ്പയർഡ് ആണ് സ്പേമിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. കാരണം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സെർവിക്സിന്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലല്ലാതെ ബാക്കി നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നോക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടൊന്നും ഇതിപ്പോ നമുക്ക് ആദ്യം ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് അവിടെ ഇഞ്ചുറി ആകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൻസ്ട്രൽ കപ്പൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും, ഈ രീതിക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പിന്നെ ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് മെയിൽസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനൊന്ന് ചെക്ക് ചെയ്യുന്ന രീതിക്ക് വീഡിയോ ഇടാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. മെയിലും അതുപോലെ കമന്റ്സിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെർവിക്സിന്റെ പൊസിഷൻ ഇത് സെർവിക്സ് തന്നെയാണോ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. റിസ്ക് എടുത്തിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പരീക്ഷിക്കേണ്ട. നേരെ മറിച്ചിട്ട് ഫോളിക്കുലർ സ്റ്റഡി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് PCODയുടെ കണ്ടീഷൻ ഒന്നും ഭയങ്കര വേഴ്സ് ആയിട്ടില്ലെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.